ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന ശരിയും ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കം പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എനിക്ക് റമളാൻ ഈ രാത്രി പ്രഭാഷണം സാധാരണ നടക്കുന്ന പോലെ അല്ലല്ലോ റമളാനിലെ പ്രഭാഷണങ്ങൾ. അപ്പൊ അതുകൊണ്ട് രാവിലെ മുതൽ നോമ്പ് പിടിച്ച് എല്ലാവരും വലിയ പ്രയാസത്തില്ല, ഒന്ന് കിടന്നുറങ്ങാൻ കിട്ടുന്ന സമയമാണ് ഇപ്പൊ ഈ വയത്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഞാനും വലിയ രാവിലെ എനിക്കൊരു പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ കാസർഗോഡ് നിന്ന് തിരിച്ചെന്ന് രണ്ടാമത്തെ വയത് നോമ്പ് പിടിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ റമളാനിൽ ഈ വർഷം പരിപാടിക്ക് പോകുന്നില്ല എന്ന് കരുതി. ഞാൻ ഒരാഴ്ചകളായി 10 ദിവസമായിട്ട് കുവൈറ്റിലൊരു പ്രോഗ്രാമിന് വേണ്ടി പോയി രണ്ടാമത്തെ ദിവസം അവിടെ യുദ്ധം തുടങ്ങി. പിന്നെ അവിടെ ആയി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് സത്യം പറഞ്ഞാൽ ഈ പരിപാടി എനിക്ക് വലിയ സന്തോഷം. എത്ര പറഞ്ഞാലും അസീസ് ഖാനെ മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. സാധാരണ ഒരു പരിപാടി ഒഴിവാകുമ്പോൾ സംഘാടകർ വൈകുണ്ടാവുകയും ചെയ്യാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്റെ മനസ്സിനുമല്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ കുവൈറ്റിലാണ്, വരാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, അതൊക്കെ പിന്നെ ഉസ്താദ് വയലൊക്കെ പിന്നെ ആദ്യം ഉസ്താദ് നാട്ടിൽ വരാൻ നോക്കാം. വയത് 2 ദിവസം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് നടത്താം. ഉസ്താദ് എങ്ങനെയെങ്കിലും നാട്ടിൽ വരാൻ നോക്കട്ടെ, സേഫ് അല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു നല്ല വാക്ക്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ നാട്ടിൽ വന്നിട്ട് വീട്ടിൽ പോലും പോയില്ല. എയർപോർട്ടിൽ വന്നിട്ട് നേരെ വചനം വന്നാൽ ഞാൻ വീട്ടിൽ പോലും സത്യം പറഞ്ഞാൽ ഡ്രസ്സ് പോലും എന്റെ കയ്യിലില്ല. കാരണം ലഗേജ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് എപ്പോഴെങ്കിലും വരണം. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് സമയം ഇരിക്കാൻ കഴിയുന്നില്ല. ശാരീരികമായി ചില പ്രയാസങ്ങളുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ സമയം 10:45 കഴിഞ്ഞു, 10:50 ഇൻഷാ അല്ലാഹ് 12 മണിക്ക് ദുആ ചെയ്ത് വിജയ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തപ്പോ ഒരു സന്തോഷമില്ലാത്ത 12 മണിക്ക് നിർത്താമെന്ന് പറഞ്ഞിട്ട് സന്തോഷമില്ല. കറക്റ്റ് 1 മണിക്കൂർ 1.25 മണിക്കൂർ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് സംഘാടകർ എന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് വീട്ടിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞു, എന്റെ മഹല്ലിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ നിൽക്കുന്ന സഹോദരങ്ങൾ ഇരുന്ന നല്ല സന്തോഷം. കാരണം നിൽക്കുന്നത് അത്ര നല്ലതല്ല. അപ്പൊ ഇല്ല ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേക്ക് ഞങ്ങൾ. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒഴിഞ്ഞു കിടക്കുന്ന ആ കസേരയിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഒന്ന് കയറിയിരുന്നേ. തിരിഞ്ഞു നോക്കിയാൽ പോയി, തിരിഞ്ഞു നോക്കിയാൽ പ്രതിഫലം പോയി. തിരിഞ്ഞു നോക്കാതെ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന കസേരയിലേക്ക് ഒന്ന് കയറിയിരുന്നേ. ആ പുറത്ത് നിൽക്കുന്ന ചങ്ങാതിമാരൊക്കെ ഒന്ന് കയറി നിൽക്കട്ടെ. എന്നിട്ട് ആ പുറത്ത് നിൽക്കുന്നവർക്ക് കയറാൻ വേണ്ടി മനസ്സുണ്ടാകാൻ ഒരു 3 സലാത്തും പറഞ്ഞേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരിമാരെ എഴുന്നേറ്റ് വയ്യ പാപം. നിങ്ങളോട് എഴുന്നേക്കാൻ പറയാൻ തന്നെ സങ്കടം. കാരണം നിങ്ങളെ ജോലി ചെയ്ത പ്രയാസമൊക്കെ. നിങ്ങൾ അടുത്തിരുന്നാൽ തന്നെ ഏകദേശം പ്രശ്നങ്ങൾ തീർന്നെന്നാണ്. നിങ്ങളും ഒന്ന് അങ്ങോട്ട് അടുത്തിരുന്ന് എല്ലാവരും ഒന്ന് മുന്നോട്ട് കയറിയിരുന്ന പുറകിലിരിക്കണവരെ ഒന്ന് കയറിക്കോളി. ആ സൈഡിലോട്ട് ഇരുന്നോളൂ. നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് നീങ്ങിയിരുന്നോളൂ. ഇൻഷാ അല്ലാഹ് കസേര വലിച്ചിട്ട് നിങ്ങളൊന്ന് മുമ്പോട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് കസേര അങ്ങോട്ട് നീക്കിയിട്ട് ബോസിന്റെ ചോട്ടിൽ നിൽക്കേണ്ട. ഇൻഷാ അല്ലാഹ് ഒന്ന് കയറിയിരുന്ന അൽഹംദുലില്ലാഹ്. ആ തെങ്ങിന്റെ ചോട്ടിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഒന്ന് ഇരുന്ന് എല്ലാവരും ഇരുന്നോ. ഞാനും അതായിരുന്നു. എല്ലാവരും എനിക്ക് അല്ലാഹു കബൂലാകുമാറാകട്ടെ. അല്ലാഹു കബൂലാകുമാറാകട്ടെ. അല്ലാഹു കബൂലാകുമാറാകട്ടെ. ആർക്കും ശബ്ദമൊന്നും ഇല്ലല്ലേ? അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഇരുന്നിട്ട് ആരാണോ ഉറക്ക ആമീൻ പറയുന്നത്, ആ ആമീൻ പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കം പറഞ്ഞു മരിക്കാൻ ഈ ആമീൻ പറയുന്നവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ആമീൻ എന്ന വരക്കം കണ്ട, ആമീൻ എന്ന വരക്കം കണ്ട എത്ര പെട്ടെന്നാണ് ആമീൻ വന്നേന്ന് കണ്ടോ? ഇതാ പറയുന്നത്, വേണമെന്ന് വെച്ചാൽ ചക്ക വേരിൽ കഴിക്കും. അപ്പൊ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. അള്ളാഹു നമ്മളെ ഈ മജ്ലിസിലെ ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പിരിവെന്തിനാ പിരിക്കാനാ?
കാശ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മനുഷ്യന്മാര് തെക്ക് വടക്ക് നടക്കുന്നത്. എടാ ഇവിടെയുള്ള കാശൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇഷ്ടം പോലെ കാശ് എല്ലാവരുടെ കയ്യിലുമുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇപ്പോഴത്താണെങ്കിൽ കോടീശ്വരിമാര് പണ്ട് റീചാർജ് ചെയ്യണമെങ്കിൽ ഇക്കാനോട് ചോദിക്കണം. ഇപ്പൊ നിങ്ങളാ രാജാത്തിയാണ്. എല്ലാത്തിന്റെ കയ്യിലും ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം കൊണ്ട് നടക്കല്ലേ. ഒരു പവനുണ്ടെങ്കിൽ എത്ര ലക്ഷമല്ലേ. അൽഹംദുലില്ലാഹ്, സൂക്ഷിച്ചോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാനിന്റെ ഒടുക്കത്തെ 10, അവസാനത്തെ 10ലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. 240 മണിക്കൂർ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തരികയാണ്. 14,400 മിനിറ്റുകൾ അല്ലാഹു എനിക്കും തന്നു, നിങ്ങൾക്കും തന്നു. ഈ 240 മണിക്കൂറിൽ ഒരേ ഒരു മിനിറ്റ് മതി നരകത്തിൽ നിന്ന് കരകയറി സ്വർഗത്തിലേക്ക് പോകാൻ. ഒരുപാട് സമയമൊന്നും വേണ്ട. ഈ 240 മണിക്കൂറിൽ 14,400 മിനിറ്റിൽ ഒരേ ഒരു മിനിറ്റ് മതി നരകത്തിൽ നിന്ന് കരകയറാൻ, സ്വർഗത്തിലേക്ക് കടക്കാൻ. ആ ഒരു മിനിറ്റ് ജീവിതത്തിൽ ഉപകാരമുള്ള ഒരു മിനിറ്റ് ആകണം. ആ 14,400 മിനിറ്റിൽ ഒരു മിനിറ്റ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ മണിക്കൂറുകൾ കഴിഞ്ഞു, അതിൽ കുറഞ്ഞു. 240 മണിക്കൂറിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം നമ്മൾ നിന്ന് വിട പറഞ്ഞു. നമുക്ക് സമയം ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഉപകാരമുള്ള സമയമാകണം, ജീവിതത്തിൽ ഉപകാരപ്പെടണം. ഒരു മിനിറ്റ് അല്ലാഹു പറഞ്ഞുള്ളൂ. ജീവിതകാലം മുഴുവനും തലകുത്തി നിൽക്കാൻ അല്ലാഹു പറഞ്ഞില്ല. അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള സീറ്റ് ഉറപ്പിക്കാൻ ഈ 14,400 മിനിറ്റിൽ ഒരു മിനിറ്റ് കൊണ്ട് നിനക്കത് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് നേടിയെടുക്കാത്തവൻ വല്ലാത്ത നഷ്ടപാളിയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ റമദാനിൽ ഏറ്റവും കൂടുതൽ ഇനിയുള്ള ദിനങ്ങൾ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ നീ സ്വർഗ്ഗം തരണം, നരകമോചനം തരണം. നമ്മളെല്ലാവരും അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിൽ നിൽക്കുന്ന ഓരോ മനുഷ്യനും വല്ലാത്ത ആഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ പ്രായമുള്ളവരാകട്ടെ കൊച്ചുകുട്ടികളാകട്ടെ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് പടച്ചവനെ നമ്മളെ പുകഴ്ത്തി പറയുക, നമ്മളെ വാഴ്ത്തി പറയുക. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഈ നാട്ടിലെ ഉപ്പമാരുടെ ഇടയിൽ, പ്രായമുള്ള ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഈ കാണുന്ന പിതാവാണ് എന്ന് ഒരു പിതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണ്. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഉമ്മയെ കാണിച്ചിട്ട് ഈ നാട്ടിലെ ഉമ്മമാരുടെ ഇടയിൽ അല്ലാഹുവേ ഏറ്റവും നല്ല ഉമ്മ നീയാണെന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമെന്നറിയുമോ? അവിടെ പ്രായ വ്യത്യാസമില്ല. ആണെന്നോ പെണ്ണെന്നോ പ്രായമുള്ളവരെന്നോ കുട്ടികളെന്നോ ഒരാൾക്കും പടച്ചവനെ വ്യത്യാസമില്ലടോ. ഇപ്പൊ ഇത്രയും പേരുടെ മുമ്പില് 2 ചെറുപ്പക്കാരായ 2 വിദ്യാർത്ഥികളെ ഇവിടെ ഇമാം ആദരിച്ചല്ലോ. പടച്ചവനെ, ആ മക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ മക്കളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ. ആ ആദരവ് വേറെയാണ്, അത് അർഹതയുള്ള ആദരവാണ്. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പള്ളിയിൽ മുടങ്ങാതെ അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് സുബഹി നമസ്കരിക്കുന്ന മക്കളാ. അവർ 5 നേരം വരുന്നവരെന്നല്ല, അല്ലാഹുവിന്റെ പള്ളിയിൽ സുബഹി നമസ്കരിക്കാൻ വരുന്നതിന് പ്രത്യേകമായിട്ടുള്ള പ്രതിഫലമാണ്, ഒരു വല്ലാത്ത പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ആ മക്കളെ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ തമ്പുരാനെ. അവരുടെ മാതാപിതാക്കളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാഹ്. വലിയ സന്തോഷമുണ്ട് ആ മക്കളെ ആദരിക്കുന്നത് കണ്ടപ്പോൾ. അല്ലാഹു മക്കൾക്ക് സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. എല്ലാരും 5 നേരം പള്ളിയിൽ പോകുന്നു, പക്ഷെ സുബഹിക്ക് പോകുന്നതിൽ അത് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും പോകാൻ കഴിയില്ല സുബഹിക്ക്. അല്ലാഹു നമുക്ക് മരിക്കുന്ന ദിവസവും നിസ്കരിച്ചു മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് പടച്ചോൻ ഇങ്ങനെ പൊക്കി പറയുന്നത് വലിയ ഇഷ്ടമാണ്. ഉദാഹരണം പറഞ്ഞ ഏറ്റവും കൂടുതൽ പ്രയാസം സ്വാഗതം പറയാനാണ്. സ്വാഗതം പറയുന്നതിലാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും സ്വാഗതം പറഞ്ഞിട്ടില്ല. കാരണം അതിനേക്കാളും വലിയ ഒരു കഷ്ടപ്പെട്ട പണിയില്ല. ഉദാഹരണം പറഞ്ഞ, ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊരു പരിപാടി വെച്ചു,
ചില ആൾക്കാരെ വിളിച്ചില്ലെങ്കിൽ ഫിത്നയാണ്. ഓനെ വിളിച്ചില്ലെങ്കിൽ നോട്ടീസിൽ പേരില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഓനെ വിളിക്കും. ഓനെ വിളിച്ചുകൊണ്ട് വന്ന് സ്റ്റേജിൽ കയറ്റിയിരുത്തും. എന്നിട്ട് സ്വാഗതം പറയുന്ന ആള് പറയും, പാവങ്ങളുടെ പടത്തലവനാണ്, പള്ളികൾക്കും പാപങ്ങൾക്കും യതീമീങ്ങൾക്കും വാരി കോരി കൊടുക്കുന്നവനാ, കാരുണ്യ പ്രവർത്തകനാ, മാക്സിമം പൊക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം വരെ പൊക്കും. ഈ പറയുന്നവനും ഈ കേൾക്കുന്നവനും ഈ ഇരിക്കുന്നവനും അറിയാം അവൻ അറുത്ത കൈക്ക് പോലും ഉപ്പ് തേക്കാത്തവനാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവനെ ഇരുത്തിയിട്ട് ഇങ്ങനെ പൊക്കുക, ഇതാ സ്വാഗതം. ഞാൻ പറഞ്ഞത് അർഹതയില്ലെങ്കിൽ ഇതൊക്കെ കേൾക്കാനൊരു സുഖമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിലൊന്നും കാര്യമില്ല. ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ മഹാനാ വലിയവനാന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോഴല്ല ജനങ്ങൾ നിന്നെക്കുറിച്ച് നല്ലത് പറയേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ പ്രയോജനമുണ്ടാകുന്നത് ഞാനും നിങ്ങളും മരണപ്പെട്ടതിന് ശേഷം പറയണം. ഒരാളുടെ മയ്യത്ത് കാണാൻ വരുന്ന 40 പേര് ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ, മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ച് 40 പേര് നല്ലത് പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിച്ചിരിക്കുന്ന സമയത്തല്ല നമ്മൾ ജനങ്ങളെ നമ്മളെ കുറിച്ച് നല്ലത് പറയുക. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, റമളാനിന്റെ അവസാനത്തെ 10 ദിവസം സ്വർഗം ചോദിക്കാനുള്ള 10 ദിവസമാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് ആരാണ് സ്വർഗത്തിന്റെ അവകാശി എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ആരാ ഇരിക്കുന്നതിൽ ആരാ സ്വർഗത്തിന്റെ അവകാശി എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, من نسنا عليه 4 خيرا وجبت له الجنة. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നിബിധങ്ങൾ അവിടെന്ന് പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. നിബിധങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവൾക്ക് സ്വർഗമുണ്ടെന്നല്ല നിബിധങ്ങൾ പറയുന്നത്, അവൾക്ക് സ്വർഗം ലഭിക്കുമെന്നല്ല നിബിധങ്ങൾ പറയുന്നത്. ഈ സദസ്സിലിരിക്കുന്ന പെണ്ണുങ്ങളിൽ ഒരു പെണ്ണിന് സ്വർഗം നിർബന്ധമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ വയലുകൾ കാമന്നിരിക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് ആ തളർന്ന ശരീരവുമായി തറാവീഹും വിത്തറും ഇശായും നിസ്കരിച്ചിട്ട് ഈ വയലുകൾ കാമന്നിരിക്കുന്ന വാപ്പമാരെ, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ആ മനുഷ്യനാരാണെന്നറിയുമോ? നിങ്ങൾക്കറിയണോ സ്വർഗത്തിന്റെ പാസ് കയ്യിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യനാരാണെന്ന്? സ്വർഗം നിർബന്ധമായ മനുഷ്യനാരാണെന്നറിയുമോ? അല്ലാഹുവേ, ആ ഒരാളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. അല്ലാഹു ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു പെടുത്തുമാറാകട്ടെ. ആ ഒരാൾ ആരാ? ഈ വയല് കേൾക്കാമെന്ന എല്ലാവരും ഒരാളെ നോക്കിയിട്ട് പറയുന്നു, ആ പോകുന്നവനാ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറയുന്നവനല്ല. ഈ പെണ്ണുങ്ങൾ മുഴുവനും ഒരാളെ നോക്കിയിട്ട് പറയുകയാ, ആ പെണ്ണാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആളല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്, സ്വർഗം നിർബന്ധമായ മനുഷ്യനെന്ന് നബി തങ്ങൾ പരിചയപ്പെടുത്തി. ആ ഒരാളാരാ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ ഒരാളെ ഞാൻ പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? ആ സ്വർഗം നിർബന്ധമായ മനുഷ്യൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ മനുഷ്യൻ ആരെന്നറിയോ? ആ മനുഷ്യൻ ആരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു. ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന നമ്മളിൽ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് 40 ലക്ഷം പേരല്ല, 4 ലക്ഷം പേരല്ല, 40,000 പേരല്ല, 400 പേരല്ല, 40 പേരല്ല, ഈ സദസ്സിലിരിക്കുന്ന ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് 4 പേര് നല്ലത് പറഞ്ഞാൽ, അവൻ നല്ലവനാണെന്ന് സാക്ഷി പറഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേര് പറയണം? ചങ്ങായി എത്ര പേര് പറയണം? 4 പേര്. 4 പേര്. സഹോദരി, നിന്നെ കുറിച്ച് 4 പേര് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗം നിർബന്ധമാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളെ കുറിച്ച് പറയുവോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഇവിടെ നിങ്ങൾ വെടികൊണ്ടതുപോലെ ഇരിക്കണേ. നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളെ കുറിച്ച് 4 പേര് നല്ലത് പറയുമോ ഇല്ലേ? പറയൂ താത്തമാരെ. ചിരിക്കുന്ന എന്നെ നോക്കിയിട്ട് ചിരിക്കുമോ? സിറാജ്, 4 ലക്ഷം പേരൊന്നും അല്ലല്ലോ, 4 പേര് പറഞ്ഞാൽ പോരെ. നമ്മുടെ മുഖത്തൊരു ചിരിയുണ്ട്. 4 പേര് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമുക്ക് സ്വർഗം നിർബന്ധമാണല്ലോ. അപ്പൊ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 4 പേര് എന്നെ കുറിച്ച് നല്ലത് പറയുന്നു, ഒരു ചിന്ത നമുക്കുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട താത്താമാരെ, ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, കഞ്ചാവ് അടിച്ച് നടക്കുന്ന ഒരുത്തം പറയാ നീ നല്ലവനാണെന്ന്, സ്വർഗം കിട്ടൂല. ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ട 4 പേര് പറയണം. ആരെയെങ്കിലും കൊണ്ട് പറയിപ്പിച്ചാ പോരാ, പറയേണ്ടവര് പറയണം നീ നല്ലവനാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ കുറിച്ച് പറയേണ്ടവര് പറയണം നമ്മൾ നല്ലവരാണെന്ന്. ആരാ നമ്മളെ കുറിച്ച് പറയേണ്ടതെന്നറിയോ? ആരാ നമ്മളെ കുറിച്ച് പറയേണ്ടതെന്നറിയുമോ? ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടവര് പറയണം. ചെറുപ്പക്കാരാ, പറയേണ്ടവര് പറയണം. പെങ്ങള്, ആ 4 പേരാരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ നീ അവരുമായിട്ട് പടച്ചവനെ ആ സ്നേഹമൊന്ന് നല്ലതുപോലെയാക്കൂ. അവരെ ഒന്ന് തയ്യാറാക്കൂ. വീട് വെച്ചു കൊടുക്കണോ, പണം കൊടുക്കണോ, സ്വർണം കൊടുക്കണോ, എന്ത് കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഈ 4 പേര് നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ അവിടന്ന് പറയണം, പടച്ചവനെ സിറാജ് നല്ലവനാണ്, തമ്പുരാന് അല്ലാഹുവേ സിറാജ് നല്ലവനാണ്. ഞാനാണ് സാക്ഷി പറയുന്നത് എന്ന് പടച്ചറപ്പിന്റെ മുമ്പിൽ 4 പേര് എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ എനിക്ക് സ്വർഗമുണ്ടെന്ന് മുത്തുനബി അവിടെന്ന് പഠിപ്പിക്കുമ്പോ 4 പേരാരാണെന്നൊന്ന് പഠിച്ചുകൂടെ? 4 പേരാരാണെന്ന് പഠിക്കടോ. എന്നിട്ട് അവരെ ഒന്ന് കൂടെ കൂട്ടൂ. അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പരിശ്രമിക്കൂ. 4 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞാൻ പറഞ്ഞു തരാം ആ 4 പേരാരാണെന്ന്. 4 പറയാന്ന് വാക്കൊന്നും പറയൂല. 12 മണി വരെ സമയമുണ്ട്. അതിന്റെ ഇടയിൽ എന്തെല്ലാം പറയാൻ പറ്റുമോ അത്രയും പറയും. എന്റെ ജോലി വഅദ് പറയണം, പിരിക്കണം, ദുആ ചെയ്യണം. ഈ കാര്യം ഇസ്ലാമിന്റെ ജോലിയാ. മഴ, ഇടി, മിന്നൽ, കാറ്റ് എല്ലാം എന്റെ വല്ല. ഈ ആണെന്ന് 12 മണിക്ക് മുമ്പ് ഇതെല്ലാം പറഞ്ഞു തീർത്തിട്ട് വേണം എനിക്ക് പോകാൻ. അതുകൊണ്ട് ഒരെണ്ണമെങ്കിലും ഒരെണ്ണം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആളാരാണ്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കുക. 63ാമത്തെ വയസ്സിലാണ് നബിതങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. നബിതങ്ങൾ 63ാമത്തെ വയസ്സിൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ലോകത്തോട് വിട പറഞ്ഞു. നബിതങ്ങൾ വഫാത്തായ വാർത്ത മദീന മുഴുവനും കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാണ്. നബിതങ്ങൾ വഫാത്തായെന്ന് അറിയുന്നവർ മുഴുവനും നിലവിളിക്കുകയാണ്. അറിയുന്ന ആണാകട്ടെ, പെണ്ണാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, കുട്ടികളാകട്ടെ, നബിതങ്ങൾ വഫാത്തായെന്ന് അറിയുന്നവർ മുഴുവനും കരയുകയാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് മസ്ജിദ് നബവിയിലേക്ക് ഓടുകയാ. ഒരു നാട് മുഴുവനും കരയുന്നു. എടോ, നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ നാട് മുഴുവനും കരയാറില്ല. കരയുന്നവനെ സമാധാനിപ്പിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാകും. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ക്ഷമിക്കുക എന്ന് പറയാൻ ഒരാളുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ, നബിതങ്ങൾ വഫാത്തായപ്പോ കരയല്ലേ എന്ന് പറയാൻ, ഒന്ന് ക്ഷമിക്കണേ എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ മദീനത്തൊരു മനുഷ്യനില്ല. കാരണം എല്ലാവരും കരയുകയാണ്. എല്ലാവരും കരയുകയാണ്. പ്രമുഖ
പ്രമുഖരായ സ്വഹാബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നാട്ടിൽ പോലും ഇല്ല. നബി തങ്ങൾ വഫാത്താകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നാട്ടിലില്ല. പിന്നീടുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് നബി തങ്ങളുടെ വീടിന്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും എന്റെ മുത്തുനബി വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കും. ഉമർ തങ്ങൾ സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ നടക്കുന്നു. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ബോധമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തളർന്നു കിടക്കുകയാണ്. സ്വഹാബാക്കൾ മുഴുവനും വല്ലാത്ത സങ്കടത്തിലാണ്. ഒരു നാട് മുഴുവനും കരയുന്നു. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വഫാത്ത് തിങ്കളാഴ്ചയാണ് വഫാത്തായതെങ്കിൽ തിങ്കളും കഴിഞ്ഞു, ചൊവ്വാഴ്ചയും കഴിഞ്ഞു, ബുധനാഴ്ച 3 ദിവസം കഴിഞ്ഞിട്ടാണ് നബി തങ്ങളുടെ ജനാസ ഖബറടക്കുന്നത്. അതിന്റെ കാരണം പടച്ചവരെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു നേതാവില്ല, ഒരു നേതൃത്വമില്ല. എല്ലാവരും സങ്കടത്തില്. ആരാണ് ഖബർ കുടിക്കേണ്ടത്? എവിടെയാണ് ഖബർ കുടിക്കേണ്ടത്? എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരേണ്ടത്? ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? ആരാണ് കഫം പൊതിയേണ്ടത്? ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല. അങ്ങനെ മദീന മുഴുവനും വല്ലാത്ത സങ്കടത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും സങ്കടത്തിലിരിക്കുമ്പോഴാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീനത്തേക്ക് കടന്നു വരുന്നത്. അബൂബക്കർ തങ്ങളുടെ പ്രത്യേകത ലോലമായ ഹൃദയത്തിന്റെ ഉടമയാണ്. വലിയ ധൈര്യമൊന്നുമില്ലാത്ത സ്വഹാബി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് അബൂബക്കർ തങ്ങൾക്ക് ഈമാനികമായിട്ടുള്ള ഒരു ധൈര്യം കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ വഫാത്തായി എന്ന് മനസ്സിലായി. സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ നേതാവ് കടന്നു വന്നു. ഒരു പുതിയ നേതാവ് കടന്നു വന്നു. പ്രമുഖരായ സ്വഹാബത്ത് മുഴുവനും ഒരുമിച്ച് കൂടി. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായിട്ട് അവിടെ അംഗീകരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ തങ്ങളുടെ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പ്രവാചകൻ എവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് ഖബറടക്കേണ്ടത്. ഇവിടെ ഇന്ന സ്ഥലത്ത് ഖബർ കുടിക്കണം, ഇന്ന ആള് ഖബർ കുടിക്കണം, ഇന്ന സ്ഥലത്ത് നിന്ന് വെള്ളം കൊണ്ടുവരണം. എല്ലാ കാര്യങ്ങളും അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ, എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വൈകുന്നേര സമയത്തോടുകൂടി പ്രവാചകന്റെ ജനാസ റൗള ശരീഫിന്റെ അകത്ത് ഖബറടക്കി. അങ്ങനെ ഇസ്ലാമിന്റെ 1ാമത്തെ ഖലീഫയായി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 1ാമത്തെ ഖലീഫയാവുകയാണ്. അവിടുന്ന് അധികാരം ഏറ്റെടുക്കുകയാണ്. പ്രജകളെ സമാധാനത്തോടെ ശാന്തിയോടെ അബൂബക്കർ തങ്ങൾ അവിടുന്ന് ഭരണം നടത്തുകയാണ്. 3 വർഷവും പടച്ചവനെ 4 മാസമാണെന്ന് ചരിത്രം പറയുന്നു. അബൂബക്കർ തങ്ങൾ ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അബൂബക്കർക്ക് തങ്ങൾക്ക് മനസ്സിലായി തന്റെ മരണം അടുത്തു വരികയാണെന്ന്. തന്റെ മരണം അടുത്തു വരുന്നു എന്ന് അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അബൂബക്കർ തങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല. പക്ഷേ ഒരു ടെൻഷനുണ്ട്. എന്താണ് ടെൻഷൻ എന്നറിയുമോ? മരിക്കുന്നതിന് മുമ്പ് അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കണമല്ലോ. നബിതങ്ങൾക്ക് അതാ അടുത്ത ഒരു പിൻഗാമിയില്ലാത്തത് കാരണം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നല്ലോ. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് അടുത്ത ഒരു ഖലീഫയുടെ പേര് പറയണം. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പടച്ചവനെ മനസ്സിൽ ചിന്തിക്കുന്നു, ആർക്കാണ് അധികാരം കൊടുക്കേണ്ടത്? അടുത്ത ഖലീഫയായ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? അബൂബക്കർ തങ്ങളുടെ മനസ്സിലേക്ക് ഒരു പേര് കടന്നു വരികയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പേര് ഓർമ്മ വരികയാണ്. അടുത്ത ഖലീഫയായിട്ട് ഉമറിനെ തിരഞ്ഞെടുക്കാം. അടുത്ത ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയാം. അബൂബക്കർ തങ്ങൾ ചിന്തിക്കുകയാണ്. പക്ഷേ മനസ്സിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടോ? എന്താണ് ടെൻഷൻ എന്നറിയുമോ? എല്ലാവർക്കും അധികാരം കൊടുക്കാൻ പറ്റൂല. അധികാരം കൊടുക്കുന്നവന് അവന്റെ ഉള്ളും പുറവും ശുദ്ധമായിരിക്കണം. അബൂബക്കർ തങ്ങൾക്ക് ഉമർ തങ്ങളെ വലിയ പരിചയമില്ല. രണ്ടുപേരും എപ്പോഴും കാണാറുണ്ട്. ഏത് നല്ല കാര്യത്തിനും കാണാറുണ്ട്. പരസ്യമായി
നോക്കിയാൽ ഉമർ നല്ലവനാണ്, പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്. പക്ഷേ രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണ്? അത് അബൂബക്കർ തങ്ങൾക്ക് അറിയുകയില്ല. പരസ്യവും രഹസ്യവും ഒന്നാകണമടോ. നാട്ടുകാരുടെ മുമ്പിൽ മാന്യനാണ്, രാത്രിയായ സ്വഭാവം മാറുകയാണ്. അതുകൊണ്ട് അബൂബക്കർ തങ്ങൾക്ക് ടെൻഷനായി. ഉമറിന്റെ രഹസ്യവും പരസ്യവും അറിയണം. അതുകൊണ്ട് എന്താണ് വഴി? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് പറയുന്ന സ്വഹാബിയെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ ഉസ്മാനേ, എന്റെ മരണം അടുത്തു വരുന്ന ഉസ്മാൻ, എന്റെ മരണം അടുത്തു വരികയാണ്. അടുത്ത ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഉമറിനെ കുറിച്ച് അറിയില്ല. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, രഹസ്യമായി നോക്കിയാൽ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഉസ്മാനേ, അഖ്ബിർനീ അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. ഉസ്മാൻ തങ്ങളോട് ചോദിക്കുകയാണ്. ഉസ്മാനും ഉമറും തമ്മിലുള്ള ബന്ധമെന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ കൂട്ടുകാരാണോ, ചങ്ങാതിമാരാണോ, ഫ്രണ്ട്സുകളാണോ, ചങ്ങുകളാണോ? ഒരു കൂട്ടുകാരന്റെ സ്വഭാവം കൂട്ടുകാരൻ അറിയുമല്ലോ, രഹസ്യവും പരസ്യവും അറിയുമല്ലോ. രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നവരാണ്. അതുകൊണ്ട് ചോദിക്കുന്ന ഉസ്മാനേ, അഖ്ബിർനീ അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, നിന്റെ കൂട്ടുകാരന്റെ സ്വഭാവം എന്താണ്? അവൻ നല്ലവനാണോ, അവൻ നല്ലവനാണോ, മോശക്കാരനാണോ? എനിക്കൊന്ന് പറഞ്ഞു തരാറ്. ഉസ്മാൻ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചോദിച്ചപ്പോ ഉസ്മാൻ തങ്ങളെ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉസ്മാൻ തങ്ങൾ നിറകണ്ണുകളോട് പറയുകയാണ്, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. എന്റെ കൂട്ടുകാരൻ ഉമറുണ്ടല്ലോ, എന്റെ കൂട്ടുകാരൻ ഉമറുണ്ടല്ലോ, അവൻ നല്ലവനാണ്, അവൻ നല്ലവനാണ്, അവൻ അവനെ പേടിച്ച് ജീവിക്കുന്നവനാണ്. അവന്റെ രഹസ്യവും പരസ്യവും നല്ലതാണ്. ധൈര്യമായിട്ട് അവിടെ അധികാരം കൊടുക്കാം. ഉസ്മാൻ തങ്ങൾ ഉമർ തങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ വരുമ്പോ എന്നെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആള് നാട്ടുകാരല്ല, കുടുംബക്കാരല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കൂടെ രാവും പകലും നടക്കുന്ന നിന്റെ കൂട്ടുകാരൻ പറയണം നീ നല്ലവനാണെന്ന്, നിന്റെ ചങ്ങാതി പറയണം നീ നല്ലവനാണെന്ന്. ഇവിടെ പോയാലും കൂടെ കൊണ്ട് നടക്കുന്ന നിന്റെ ചങ്കു പറയണം നീ നല്ലവളാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നല്ല ചങ്ങാതി എനിക്കുണ്ടോ, നിനക്കുണ്ടോ? നമ്മൾ കൂട്ടുകാരെന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നവർ, അവരുടെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ, നിസ്കരിച്ചിട്ടുണ്ടോ എന്ന്, ഖുർആൻ ഓതിയിട്ടുണ്ടോ എന്ന്? ഇന്ന് സുബഹിക്ക് പള്ളിയിൽ കണ്ടില്ലല്ലോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവനെ ചോദിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, ഏത് കൂട്ടുകാരിയാണ് പടച്ചവനെ കുറിച്ച് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത്? നിന്നെ കുറിച്ച്, നരകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഫ്രണ്ടാരാ? തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയുന്ന ഫ്രണ്ടാരാ? ചെറുപ്പക്കാരാ, ചങ്കാണ് ചങ്കാണെന്ന് പറയുമല്ലോ. യഥാർത്ഥത്തിൽ ചങ്കെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം പടച്ചവനെ മുഖത്തിൽ രണാങ്കണ
രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ സ്വഹാബിക്ക് വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിക്ക് വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എഴുന്നേറ്റ് കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു അബീ വഖാസിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. വിളിക്കുന്നു, ഇറങ്ങി വാടാ സഅദ്, ഇറങ്ങി വാടാ സഅദ്. ഗാനമേള കേൾക്കാനല്ല, പൂരപ്പറമ്പിൽ പോകാനല്ല, നേർച്ചയ്ക്ക് പോകാനല്ല, കാമുകിയുടെ വീടിന്റെ മുമ്പിൽ കാവൽ നൽകാനല്ല, കടത്തിണ്ണയിൽ പോയിരിക്കാനല്ല. ഇറങ്ങി വാടാ സഅദ്, ഇറങ്ങി വാടാ സഅദ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിറക്കുകയാണ്. രണ്ടുപേരും കൂടെ ഉതുവെടുത്തിട്ട് ആരാരുമില്ലാത്ത ഒരു ഭാഗത്ത് പോയി മുസ്ലിം വിരിച്ചിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ചോദിച്ചു സഅദിനോട്, സഅദ് അവസാനത്തെ രാത്രിയാ സഅദ്, ഇന്ന് ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണ്. നാളെ മുഖത്തിന്റെ രണാങ്കണത്തിലേക്ക് നമ്മൾ രണ്ടുപേരും പോകുകയാണ്. ഇനി കാണുമോ എന്നറിയില്ല. അതുകൊണ്ട് നിനക്ക് എന്താണോ വേണ്ടത് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ്. നിനക്ക് വേണ്ടത് നീ റബ്ബിനോട് ദുആ ചെയ്യ്. ഞാൻ നിനക്ക് വേണ്ടി ആമീൻ പറയാം. എനിക്ക് വേണ്ടത് ഞാൻ ചോദിക്കാം. നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണം. രണ്ടുപേരും തീരുമാനിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങൾ പറഞ്ഞു, നീ ദുആ ചെയ്യാൻ. സഅദ് ഇബ്നു അബീ വഖാസിനോട് പറഞ്ഞു ദുആ ചെയ്യാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു. രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഏറ്റവും വലിയ യോദ്ധാവിനെ വേണം എനിക്ക് എതിരാളിയായി തരാൻ. എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്, എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്. അല്ലാഹുവേ, ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് നീ എന്നെ ജീവനോടെ മടക്കണേ അല്ലാ. സഅദ് ഇബ്നു അബീ വഖാസ് അവിടുന്ന് ദുആ ചെയ്യുകയാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ആമീൻ പറയുകയാണ്, അവിടുന്ന് ആമീൻ പറയുകയാണ്. പടച്ചവനെ അതാ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ ദുആ ചെയ്യാം, ഇനി ഞാൻ ദുആ ചെയ്യാം. പടച്ചവനെ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. എന്നാണ് പടച്ചവനോട് ചോദിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവേ, നാളെ മുഖത്തിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഏറ്റവും ക്രൂരനായ, ഏറ്റവും യോദ്ധാവായ ഒരു എതിരാളി എനിക്ക് തരണം പടച്ചവന്. അവന് കരുണയില്ലാത്തവനാകണം, അവൻ മനുഷ്യത്വമില്ലാത്തവനാകണം. അവൻ എന്റെ കൈ മുറിക്കണം തമ്പുരാന്, എന്റെ കാല് മുറിക്കണം തമ്പുരാന്, എന്റെ ശരീരം മുഴുവനും വെട്ടി നുറുക്കണം തമ്പുരാന്, എന്റെ മൂക്ക് മുറിച്ചെടുക്കണം തമ്പുരാന്, എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് അവന് രണാങ്കണത്തിൽ കെട്ടി തൂക്കണേ അല്ലാ. എന്റെ ജീവനോടെ മടക്കല്ലേ അല്ലാ. നിന്റെ രണാങ്കണത്തിൽ നിന്ന് എന്നെ നീ ജീവനോടെ മടക്കല്ലേ പടച്ചവന്. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. രണ്ടുപേരും പിരിയുകയാണ്. പിറ്റേ ദിവസം മുഖത്തിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തതുപോലെ ഏറ്റവും വലിയ യോദ്ധാവിനെ പരാജയപ്പെടുത്തി. അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, തന്റെ ആഗ്രഹം നടന്നല്ലോ, തന്റെ ആഗ്രഹം നടന്നല്ലോ. ഇനി അറിയേണ്ടത് കൂട്ടുകാരന്റെ ദുആയാ. തന്റെ കൂട്ടുകാരന്റെ ദുആ സ്വീകരിച്ചോ ഇല്ലയോ എന്നറിയണമല്ലോ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു രണാങ്കണത്തിലൂടെ ഓടി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. എന്റെ കയ്യും കാണാനില്ല, കാല് കാണാനില്ല,
കാണാനില്ല, മൂക്ക് മുറിച്ചെടുത്തിരിക്കുകയാ. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ നോക്കുമ്പോ ചെവി മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. പടച്ചവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിട്ടിരിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ തന്റെ ഏറ്റവും അടുത്ത ചങ്ങാതി മരണത്തോട് മല്ലടിക്കുമ്പോ അടുത്തു പോയിരിക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞു, സഅദ് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ അല്ലാഹു എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാമല്ലോ, കൈ കൊടുത്തെന്ന്, കാല് കൊടുത്തെന്ന്, ചെവി കൊടുത്തെന്ന്, മൂക്ക് കൊടുത്തെന്ന്, എന്റെ ശരീരം കൊടുത്തെന്ന്, എന്റെ ജീവിതം കൊടുത്തെന്ന് എനിക്ക് അല്ലാഹുവോട് പറയാമല്ലോ. സഅദേ നീയാണടാ സാക്ഷി, സഅദേ നീയാണടാ സാക്ഷി. അല്ലാഹുവോട് പറയണം, ഞാൻ പറഞ്ഞത് മുഴുവനും നല്ല സത്യമാണെന്ന്, ഞാൻ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് നീ പറയണം. നീ അല്ലാഹുവോട് എനിക്ക് വേണ്ടി സാക്ഷി നിൽക്കണം. നീ അല്ലാഹുവോട് പറയണം, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. നീ അല്ലാഹുവിന്റെ മുമ്പിൽ പറയണേ, സഅദേ നീ സാക്ഷി പറഞ്ഞിട്ട് എനിക്ക് സ്വർഗ്ഗം വാങ്ങി തരണം. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളോട് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശം എന്ന് പറയുന്ന സ്വഹാബി മരണത്തോട് മല്ലടിക്കുമ്പോ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വരുമ്പോ നീ പറയണം, ഞാൻ നല്ലവനായിരുന്നെന്ന്, ഞാൻ നല്ലവനായിരുന്നെന്ന്. നീ അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് എനിക്ക് സാക്ഷി പറഞ്ഞിട്ട് എനിക്ക് സ്വർഗ്ഗം വാങ്ങിത്തരണേ സഅദ്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, പറയണമടാ പൊന്നുമോനെ, അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ പറയണം, പടച്ചവനെ എന്റെ കൂട്ടുകാരൻ നല്ലവനാവല്ലോ, നിന്നെ ഭയന്ന് ജീവിച്ചവരാവല്ലോ, തെറ്റ് ചെയ്യാതെ ജീവിച്ചവരാവല്ലോ, ഞാനിവന്റെ കൂടെ നടന്നവനാണ് പടച്ചവര്, ഞാനിവരുടെ ഫ്രണ്ടാണ് പടച്ചവര്, ഞാനിവരുടെ ഫ്രണ്ടാണ് പടച്ചവര്, ഞാൻ തെറ്റ് ചെയ്തപ്പോ എനിക്ക് തിരിച്ചു തന്നവളാണ് പടച്ചവര്, ഇവളില്ലാതെ ഞാൻ സ്വർഗത്തിൽ പോകില്ല അല്ലാ. ഇന്ന് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആള് നമ്മുടെ കൂട്ടുകാരനാ. നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ചങ്ങാതി നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് നമുക്ക് സ്വർഗം വാങ്ങിത്തരണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ചങ്ങാതി പറയൂ, ഇപ്പൊ നമ്മുടെ കൂടെ ഒരുത്ത നടക്കുന്നുണ്ട്, അവനോട് ചോദിച്ചാൽ പറയും, നീ മലക്കാണെന്ന് വേണമെങ്കിലും പറയും, നീ തങ്ങളാണെന്ന് വേണം പറയും, നീ എത്ര വലിയ മഹാനാണെന്ന് വേണമെങ്കിലും പറയും. താത്ത നിന്റെ കൂടെ നടക്കുന്ന ആമനാട് ചോദിച്ചു നോക്ക്, നീ ആരാണെന്ന് വേണമെങ്കിൽ അവള് പറയും. പക്ഷെ ഒന്ന് പിണങ്ങി നോക്കിക്കേ, ഒന്ന് പിണങ്ങി നോക്കിക്കേ, നാളെ നട റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ ചരിത്രവും വിളിച്ചു പറയും. തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളുടെ ഇടയിൽ ചർച്ച നിന്നെ കുറിച്ചാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്റെ ചങ്ക് തന്നെ നിന്റെ കഥ പറയും, നമ്മുടെ കൂട്ടുകാർ തന്നെ നമ്മളെ കുറിച്ച് പറയും. ആ പഴയ കഥകളൊക്കെ അവരങ്ങനെ അവിടെ പോയിട്ടുണ്ട്, ഇവിടെ പോയിട്ടുണ്ട്, സർവ്വതം കണ്ട് വിളിച്ചു പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടുകാരനല്ല, എടാ നീ തെറ്റ് ചെയ്താൽ നിന്നെ ഇന്ന് സുബഹിക്ക് പള്ളിയിൽ കണ്ടില്ലല്ലോ, എവിടെ പോയിരുന്നു ചോദിക്കുന്ന കൂട്ടുകാരൻ. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു എന്ന് ചോദിക്കുന്ന കൂട്ടുകാരൻ. എന്റെ പ്രിയപ്പെട്ടവരെ, തറാവീഹിന് 10 റക്അത്തായപ്പോ മുങ്ങിയല്ലോടാ, എവിടെ പോയടാ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരൻ. ഒരു വൃത്തികേടുകൾ ചെയ്യുമ്പോ, എടാ ഇത് പാപമാണ്, ഇനി മേലാ ചെയ്യരുത്, ചെയ്താൽ നീയും ഞാനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞു എന്ന് ഓർമ്മപ്പെടുത്തുന്ന കൂട്ടുകാരൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ കൂട്ടുകാര് തമ്മിൽ വല്ലാത്ത ബന്ധമാണ്. ഫ്രണ്ട്ഷിപ്പിന് പ്രതിഫലം പറഞ്ഞ ഏക മതം അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീന. രണ്ട് കൂട്ടുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? നിങ്ങൾ ഹദീസ് എടുത്തു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് ഒരു സിംഹാസനത്തെ കുറിച്ച് പറയുകയാ, ഒരു വലിയ സിംഹാസനത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. ഇത് പറയുമ്പോ സഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, നബിയെ ഇത് പ്രവാചകന്മാർക്ക് ഇരിക്കാനുള്ള സിംഹാസനമാണോ? ഇത് പ്രവാചകന്മാർക്ക് ഇരിക്കാനുള്ളതാണോ? നബി തങ്ങൾ പറഞ്ഞു, അല്ല.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഇത് പ്രവാചകന്മാർക്ക് ഇരിക്കാനുള്ളതാണോ? നബി തങ്ങൾ പറയുന്നു, അല്ല, ഇത് ശുഹദാക്കൾക്കുള്ളതാണോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, അല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ സിംഹാസനമുണ്ടല്ലോ, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും യഹ്യാ നബിയും സക്കരിയാ നബിയും, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് കുതിക്കുകയാണ്. ആ സിംഹാസനത്തിലൊന്നിരിക്കാൻ പ്രവാചകന്മാര് കുതിക്കുകയാണ്. ബദറിലും ഉഹദിലും ഹൻദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമെല്ലാം റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കൾ കുതിക്കുകയാണ്. ആ സിംഹാസനത്തിലൊന്നിരിക്കാൻ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പ്രവാചകന്മാർ പോലും കുതിക്കുന്ന, ശുഹദാക്കൾ പോലും കുതിക്കുന്ന ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതാരാണ് നബിയേ? അതാർക്കുള്ളതാ നബിയേ? ചെയ്തവനല്ല, ചെയ്തവനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, പാവങ്ങളെ സഹായിച്ചവനല്ല, നോമ്പ് പഠിച്ചവന്റെ പ്രതിഫലമല്ല, ഖുർആൻ പഠിച്ചവന്റെ പ്രതിഫലമല്ല. ആ സിംഹാസനത്തിൽ ഇരിക്കാൻ അർഹതയുള്ള മനുഷ്യനാരാണെന്നറിയുവോ? ഖൗമൻ തുഹാബു ബിറൂഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 ഫ്രണ്ട്സുകൾക്ക്. അള്ളാന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാര്, അള്ളാന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാര്, വേണ്ടി സ്നേഹിച്ചവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സിംഹാസനമാ. ചെറുപ്പക്കാരാ, സ്നേഹിച്ചാൽ അള്ളാന് വേണ്ടി സ്നേഹിക്കടാ. നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, പണം കണ്ടിട്ടല്ല, അധികാരം കണ്ടിട്ടല്ല, കുടുംബമഹിമ കണ്ടിട്ടല്ല. മക്കളെ, നല്ലവന്റെ കൂടെ നടക്കണേ, നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കണേ, നല്ലവന്റെ കൂടെ വേണം നടക്കാൻ. നല്ല കൂട്ടുകാരിയെ തിരഞ്ഞെടുത്താൽ പ്രതിഫലമെന്നും അറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂറത്ത് പറയുന്ന കാഹളത്തിന് 2 മുതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാട്ടി നീട്ടി വരുന്നവർ, വരെ പോലെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം 41 കോലത്തിന് കടന്നു വരുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, വിയർക്കുന്നില്ലേ മോളെ? ഇരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ വല്ലാതെ പ്രയാസപ്പെടുന്നു ഉമ്മ. ചൂടെടുക്കുന്നില്ലേ ചെറുപ്പക്കാരാ? 11 മണി കഴിഞ്ഞടാ, എന്നിട്ട് പോലും നിനക്ക് ചൂടെടുക്കുന്നു. വല്ലാത്ത ചൂടാണെന്ന് പറയുന്ന യുവത്വമേ, ഇതൊക്കെ ചൂടാണെന്ന് ആരാ പറഞ്ഞത്? നാളെ ചെമ്പിന്റെ തറയിലോ ഒരു തുണിയില്ലാതെ ഞാനും നിങ്ങളുടെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, അന്ന് സിറാജിന്റെ തലയുടെ ഒരു ചാട് മുകളിലാ, ഒരു ചാട് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ചെമ്പിന്റെ തറയിലെ ചെരുപ്പിടാതെ തുണിയില്ലാതെ ഞാൻ അമ്മാടെ കോടതിയിൽ നിൽക്കുമ്പോ അവിടെയാ മോളെ? ചൂടുള്ള നാളുണ്ടേ, യാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂടാ. ദോശ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. മോളെ, ചോറ് വെക്കുന്ന സമയത്ത് കടത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് മുകളിലൂടെ പുറത്തേക്ക് വരുന്നത് കാണാറുണ്ടല്ലോ.
അല്ലാഹുവിന്റെ കോടതിയില് എന്റെയും നിങ്ങളുടെയും തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറാ. വല്ലാത്ത ചൂടാവും. വിയർപ്പ് ചെയ്ത പാവത്തിന്റെ കണക്കനുസരിച്ച് മുണ്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ വിയർപ്പ് താഴാതെ നിൽക്കുന്ന ദിവസമാണ് മസ്സറാ. ഒരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു സ്റ്റേജേ ഉള്ളൂ. കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു സ്റ്റേജ് കാണാം. ആ സ്റ്റേജ് എവിടെയാണെന്നറിയോ? അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാ. ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴെ ഒരു സ്റ്റേജ് കാണാ. ചെറുപ്പക്കാരാ, അന്നത്തെ വിവിഐപികൾ 7 വിഭാഗമാ. വിവിഐപികൾക്ക് അന്നവിടെ ഇരിക്കാനുള്ള പാസുള്ളൂ. ആ 7 വിഭാഗത്തിലൊരു വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. ചെറുപ്പക്കാരാ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച ഫ്രണ്ട്സുകള്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാര്, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനെന്ന് പാസുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള അവസരമുണ്ട്. ആ സ്റ്റേജിലേക്ക് അല്ലാഹു നിന്നെ കേറ്റുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, നിങ്ങളെ നീ നല്ലവളാണ്, നല്ല കുടുംബത്തിൽ പറഞ്ഞവളാണ്, പർദ്ദയും ഹിജാബ് വിട്ട് നടക്കുന്നവളാണ്. എന്തിനാ മോളെ ആ വൃത്തികെട്ടവരുടെ കൂടെ നടക്കുന്നത്? അവൾക്ക് മോശമായ സ്വഭാവമല്ലേ? ചെറുപ്പക്കാരാ, നീ നല്ലവനാണല്ലോടാ, എന്തിനാ കഞ്ചാവടിക്കുന്നവന്റെ കൂടെ നടക്കുന്നത്? ആര് പറഞ്ഞാലും കേൾക്കൂല, ഉമ്മയും ബാപ്പയും പറഞ്ഞാ കേൾക്കൂല, അവന്റെ കൂടെയേ നടക്കൂ. ചോദിച്ചാ പറയും അവളെന്റെ ഫ്രണ്ടാണ് ഉസ്താദ്, അവനെന്റെ ചങ്കാണ് ഉസ്താദ്. ചെറുപ്പക്കാരാ, നീ അവന്റെ കൂടെ നടന്ന അവന്റെ കോടതിയിൽ നിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? യാ വൈലതാ ലൈതനീ ലമ്മ തഖദു ഫുലാനൻ ഖലീലാ. നശിച്ചവരെ, നീ നശിച്ചവളെ, നിന്റെ കൂടെ കൂടാതിരുന്നെങ്കില്, നീയുമായിട്ട് കൂട്ടുകൂടാതിരുന്നെങ്കില് എത്രയോ നല്ലതായിരുന്നു. ഇന്ന് നാളെ പരലോകത്ത് കിടന്ന് പരസ്പരം തമ്മിലടിക്കുന്നത് കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, അല്ലാഹുവിനെ പേടിയുള്ളവന്റെ കൂടെ കൂട്ടുകൂടണേ. അവന്റെ കൂടെ നടന്ന അവനോട് പറയും, ഞാൻ സാക്ഷി പറയുന്നു റബ്ബേ, നല്ലവനാണല്ലോ, നല്ലവളാണല്ലോ, സ്വർഗം കൊടുക്കണേ അല്ലാ. ഇന്ന് നാളെ പടച്ചവനോട് സാക്ഷി പറഞ്ഞാൽ സ്വർഗമുണ്ടെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നല്ലവരുമായിട്ട് ബന്ധമുണ്ടാക്കൂ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, നല്ലവന്റെ കൂടെ നടന്നാൽ ചന്ദനം ചാരിയ ചന്ദനം മണക്കുമക്കുമക്കുമക്കുമ. നല്ലവന്റെ കൂടെ നടന്ന നീ നല്ലവനാകും. ഏത് മോശക്കാരനും നല്ലവന്റെ കൂടെ നടന്ന നന്നാകും. നല്ലവളും മോശക്കാരന്റെ കൂടെ നടന്ന നീയും അങ്ങോട്ടായി പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചങ്കിനെ മാറ്റാൻ സമയമായി. നിങ്ങളുടെ ചങ്കിനെ മാറ്റാൻ ഞാനിങ്ങനെ കൂടെ നടക്കുന്നുണ്ട്, രാവും പകലും. നല്ലവന്റെ കൂടെ നടക്ക്, നല്ല കൂട്ടുകാരി ഉണ്ടാക്കിയിടക്ക്, നല്ല ബന്ധങ്ങളെ സ്ഥാപിക്കുക. സമയമായി. ബക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. സ്കാനർ വരെ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം.
ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സദഖത്തു റദ്ദുൽ വലാ സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുന്നത് അല്ലാഹ്ക്ക് പൈസ വല്ലതും വേണോ? അല്ലാഹ്ക്ക് നിന്റെ പൈസ വല്ലതും വേണം? അല്ലാഹ്ക്ക് നമ്മുടെ പൈസ ഒന്നും വേണ്ട. അല്ലാഹുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. ആവശ്യക്കാരൻ നമ്മളാ. ഇവിടെ നമ്മൾ സദഖ കൊടുത്താൽ നമുക്കുണ്ടാകുന്ന നേട്ടം അസ്സദഖത്തു റദ്ദുൽ വലാ സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. സദഖ വിപത്തുകളെ തട്ടിമാറ്റും, അപകടങ്ങൾ, ദുരന്തങ്ങൾ, മാറാരോഗങ്ങൾ. ഏത് മരുന്ന് കഴിച്ചിട്ട് എന്റെ രോഗം മാറുന്നില്ല. മക്കളെ നബിതങ്ങൾ പഠിപ്പിച്ചെന്നറിയോ? അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്തിട്ട് ചികിത്സിക്കും. അൽഹംദുലില്ലാഹ്, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ബക്കറ്റ് കൊണ്ടുപോകണ ചങ്ങാതി, ബക്കറ്റുമായിട്ട് പോകുന്ന ആൾക്ക് നാണം പാടില്ല, ലജ്ജയുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ എനിക്കിപ്പോ ഞങ്ങളുടെ പള്ളിയിൽ വെള്ളിയാഴ്ച ബക്കറ്റ് വെക്കുന്ന ചങ്ങാതിയാണ് ഷാജി എന്ന സഹോദരൻ. ഞങ്ങളുടെ ജമാഅത്തിന്റെ കമ്മിറ്റിയാണ്. ഈ നാടുമായിട്ട് അദ്ദേഹത്തിന് ആരുമായിട്ട് ബന്ധമുണ്ട്. എന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച ബക്കറ്റ് എടുക്കുന്ന ആളെ ഷാജി. എല്ലാ വെള്ളിയാഴ്ച പള്ളി കമ്മിറ്റിക്കാരൻ ഞങ്ങളുടെ നാട്ടില്. എന്റെ മഹലിൽ ബക്കറ്റ് എടുക്കുന്നത് ആരാ? പള്ളി കമ്മിറ്റിക്കാരാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഏതെങ്കിലും പള്ളി കമ്മിറ്റിക്കാരൻ എടുക്കോ? പ്രസിഡന്റോ സെക്രട്ടറി ആരെങ്കിലും ബക്കറ്റ് എടുക്കോ? നാണം. ഞാനോ എടാ, നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം അറിയാമല്ലോ. പിന്നെ പള്ളി പരിപാടി എന്ന് പറഞ്ഞാൽ കറങ്ങണ കസേരയിലിരിക്കലാണെന്ന് വിചാരിച്ചു. എടാ, ഏത് പള്ളി കമ്മിറ്റിക്കാരനാ പിരിവെടുക്കുന്നത്? പോട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അദ്ദേഹം ഞങ്ങളുടെ പള്ളിയിലെ കമ്മിറ്റിയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഉമ്മാനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സഹോദരൻ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പൊരുത്തം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ബക്കറ്റുമായിട്ട് പോണ ചങ്ങാതിക്ക് നാണം പാടില്ല എന്ന് ഞാൻ പറഞ്ഞ അർത്ഥം. അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാവരുടെ മുമ്പിൽ പോയിട്ട് പിരിച്ചോ, രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാഹ്, എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കുക. ആണാകട്ടെ പെണ്ണാകട്ടെ, വെറുതെ കൊടുക്കണ്ട. ഒരു നിയ്യത്ത് മനസ്സിൽ കരുത്. അല്ലാഹുവേ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണം. അറുത്തു മുറിക്കരുത്, എന്നെ അറുത്തു മുറിക്കരുത്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ നീ ഇത് കരിച്ചു കളയണം, എന്നെ രക്ഷപ്പെടുത്തണം. ഈ ഒരു നല്ല നിയ്യത്തോടു കൂടി സദഖ കൊടുക്കുക. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, പടച്ചവനെ നീ അവരെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അപകടങ്ങൾ, അപകട മരണങ്ങൾ, ദുരന്തങ്ങൾ, ദുർമരണങ്ങൾ നീ കാക്കണേ അല്ലാഹ്. ഈ ബക്കറ്റിന്റെ കത്താരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ, അവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന്, നല്ല ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണം. കൂട്ടുകാരില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും കൂട്ടുകാരാ. എടാ, ഇന്ന് ഗ്രൂപ്പുകളുടെ കാലം. ഉംറയ്ക്ക് പോയിട്ട് വന്ന ഗ്രൂപ്പ്, ഹജ്ജിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, മഹല്ല് ഗ്രൂപ്പ്, മദ്രസ ഗ്രൂപ്പ്, സ്കൂൾ ഗ്രൂപ്പ്, മൊത്തം ഗ്രൂപ്പ്. ഞാൻ എടുത്തു നോക്കുമ്പോ വാപ്പമാര് മൊത്തം ഇപ്പൊ ഫേസ്ബുക്കിലാ. ഇപ്പൊ ചെറുപ്പക്കാരും ഫേസ്ബുക്കിലില്ല, പ്രായമുള്ളവർ മുഴുവനും ഫേസ്ബുക്കിൽ ഇരിക്കുകയാണ്. എല്ലാത്തിനും ഇപ്പൊ ഗ്രൂപ്പാ. എന്താ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല്, ഇന്ന് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇപ്പത്തെ ഗ്രൂപ്പ്, ഇന്നത്തെ ഉമ്മമാരും ഉപ്പമാരൊക്കെ വാട്സപ്പിലും ഗ്രൂപ്പുകളിൽ. ഏത് ഗ്രൂപ്പ്? 1985 സ്കൂളിൽ പഠിച്ച ആമിന ഇപ്പഴാ ചാറ്റുന്ന വാപ്പ. എന്ന് ആലോചിക്കേ, മൂക്കിൽ കവറി മരണമായി, മുടിയൊക്കെ നനച്ചു. ഉമ്മാമ ഇപ്പൊ ചാറ്റുന്ന ആരെന്നറിയോ? 1990 10ാം ക്ലാസ്സിൽ പഠിച്ച അബൂബക്കറിനെ ഇപ്പഴാ ചാറ്റുന്നത്. വാപ്പായും മക്കളെയും കെട്ടിച്ചു, കൊച്ചുമക്കളെയും കെട്ടിച്ചു. എന്നിട്ട് വാപ്പ ഇപ്പൊ ചാറ്റ ആമിന, നീയാ വരുന്ന വരക്ക് എന്നെ മനസ്സിൽ ഓർമ്മയുണ്ടടി. ഇപ്പൊ മുടിയൊക്കെ നരച്ച് ചാറ്റിക്കൊണ്ടിരിക്കുക. ഒളിച്ചോട്ടം തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. കഴിഞ്ഞ വർഷത്തെ കണക്ക് നിങ്ങൾ എടുത്തു നോക്ക്. 2778 പേരാ ഒളിച്ചോടിയത്. എങ്ങനെ? ഗ്രൂപ്പിലൂടെ. നല്ല രസമുണ്ട്. ഉപ്പാപ്പായും ഉമ്മാമായും. സുബ്ഹാനല്ലാഹ്, ഗ്രൂപ്പ് കൊണ്ട് അങ്ങനെ പ്രയോജനമുണ്ട്. വയസ്സാം കാലത്ത് CC അടിച്ച് തീരാറായി. അവിടെ എങ്ങനെ ആമിന എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. നല്ല പരിപാടികളാണ്. അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, പോട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. 2 നിർത്താറായോ?
നിർത്താറായോ? ഇനി 15 മിനിറ്റ് എനിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 12 മണിക്ക് നിർത്താന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ 11:40 ഇനി ആകെ ഉള്ളത് കുറഞ്ഞ സമയമുള്ളൂ. എന്ത് വേണം? വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? നിങ്ങൾ പറഞ്ഞാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയും, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകും. നിങ്ങളെ കാലം തീർന്ന് എനിക്കാ. എന്റെ മോൻ ചോദിക്കുന്ന വാപ്പായ്ക്ക് എന്നെ കാണേണ്ടതാണ്. കാരണം 10-15 ദിവസമായി കണ്ടിട്ടതുകൊണ്ട്. എന്താ വേണോ വേണ്ടേ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈപൊട്ടിക്കുക. പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ അന്തദാത്തന്മാരെ വേണ്ടേ? ഒന്ന് കൈപൊക്കിക്കുക. ഭൂരിപക്ഷം പേര് കൈപൊക്കിയാൽ പറയാം. പൈസ ചോദിക്കുമ്പോ ഇവിടെ തന്നെ കാണണം. എല്ലാം പിരിവ് ചോദിക്കുമ്പോൾ ഇതുപോലെ കാണണം. കയ്യൊക്കെ പൊക്കാൻ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2 മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ലോകമറിയുന്ന പണ്ഡിതരെ മഹാനവർകൾ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കിയ ഏത് മനുഷ്യനും കരയും. ആ ചരിത്രം കരയാതെ ആകാശദൂത് കണ്ട് കരഞ്ഞവരെ, ആകാശദൂത് കണ്ട് കരയുന്നവരെ, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിക്കണം. കരഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ കഴിയും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം അടുത്തു. മഹാനവറുകൾക്ക് തന്നെ മരണം അടുത്തെന്ന് മനസ്സിലായപ്പോ പോയി കുളിച്ച് റെഡിയായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. അവിടെ നിന്ന് നല്ല രീതിയിൽ കുളിച്ച് തയ്യാറായി മരണത്തിന് വേണ്ടി ഒരുങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കാനുള്ള തയ്യാറെടുപ്പോടെ, മരണത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പോടെ റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നു. അങ്ങനെ മരിക്കാൻ മരണമെടുത്തു എന്ന് മനസ്സിലായി കുളിച്ചൊരുങ്ങി തയ്യാറായി മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ റൂമിന്റെ അകത്തേക്ക് കയറുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമാനെ കാണുകയാണ്. തന്റെ പ്രിയതമ ഫാത്തിമയെ കണ്ടു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഫാത്തിമാനെ അടുത്ത് വിളിച്ചു. തന്റെ ഭാര്യയായ ഫാത്തിമയെ അടുത്ത് വിളിച്ചു. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഞാൻ പോവുകയാണ്. എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, നീ എനിക്ക് പൊരുത്തം തരണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല തന്റെ പ്രിയതമയോട് സംസാരിക്കുകയാണ്. മരണവാർത്ത പറയുമ്പോ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയാതെ വല്ലാതെ കരയുന്നുണ്ട്. അങ്ങനെ വസീയത്തുകളൊക്കെ കൊടുത്തു. രണ്ടുപേരുടെയും സംസാരം ഇങ്ങനെ നീണ്ടുപോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ മിണ്ടാതെ നിന്ന് കരയുകയാ. ഫാത്തിമ മിണ്ടാതെ നിന്ന് കരയുകയാ. കരയുന്ന പ്രിയതമയെ കണ്ടപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല പറഞ്ഞു, ഫാത്തിമ, ഫാത്തിമ, നീ കരയല്ലേ. റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കാൻ. ഫാത്തിമ ചോദിക്കുന്നു, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഈ മരണത്തിന്റെ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ കിട്ടുന്ന അവസരമാണല്ലോ. ഇപ്പോഴല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്? എന്തിനാണ് നിങ്ങൾ എന്നെ പുറത്താക്കുന്നത്? എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ കരഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, ഇന്നി അറാ ഖലഖൂ ലൈസു ബിഉനാസിൻ വലാ ജാൻ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഫാത്തിമ, വെറുപ്പുള്ളത് കൊണ്ടല്ല ഫാത്തിമ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ഫാത്തിമ. പിന്നെ എന്തിനാണ് റൂമിന്റെ പുറത്തിറങ്ങാൻ പറയുന്നത്? അതാ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു. എന്റെ അതിഥികൾ വരുന്നു. എന്നെ കാണാൻ അതിഥികൾ വരുന്നു. നീ എന്റെ അടുത്ത് നിൽക്കരുത്, നീ എന്റെ ചാരത്ത് നിൽക്കരുത്. ഇറങ്ങു ഫാത്തിമ, ഒന്ന് പുറത്തേക്ക് പോ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, നീ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. അതിഥികൾ വരുന്നു ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ. സ്വാലിഹത്തായ ഭാര്യ ഭർത്താവ് പറയുന്നതനുസരിക്കുകയാണ്. വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കുകയാ. വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കുകയാ. ഭർത്താവ് മരണത്തിന്റെ വേളയിലകത്ത് കിടക്കുമ്പോ ഭാര്യ വാതിലടച്ച് പുറത്തു നിന്ന് കരയുകയാണ്. ഫാത്തിമയ്ക്ക് സങ്കടമായി. ചിന്തിക്കുന്നു, എന്റെ ഭർത്താവിനെ കാണാൻ ആരാ വരുന്നത്? ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ, ആരോ വരുന്നെന്ന്
പറഞ്ഞല്ലോ, എന്റെ ഭർത്താവിനെ കാണാൻ ആരാണ് വരുന്നത്? ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ അടച്ച വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ റൂമിന്റെ അകത്തേക്ക് ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുവോ? അബ്ദുൽ അസീസ് പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീലിനെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാ. അസ്റായീലിനോട് സലാം പറയുകയാ. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ റൂമിന്റെ അകത്തേക്ക് ഇറങ്ങി വരുമ്പോ അബ്ദുൽ അസീസ് തങ്ങൾ അവിടെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ണുകൾ നിറയുകയാണ്. തന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകളെ കടന്നു വന്നിരിക്കുകയാണ്. ഫാത്തിമ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ട് ഫാത്തിമ ചിന്തിക്കുന്നു, പടച്ചവരെ, തന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നത്? തന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നത്? ഫാത്തിമ വീണ്ടും ഒളിഞ്ഞു നോക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ മരണം എങ്ങനെയാണെന്ന് നോക്കുമ്പോ അബ്ദുൽ അസീസ് എന്താണ് ചെയ്യുന്നതെന്നറിയുമോ? ഖുർആൻ ഓതുന്നു പെങ്ങളെ. റമദാൻ മാസത്തിലല്ല, നിസ്കാരപ്പായിലിരുന്നിട്ടല്ല, അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഖുർആൻ ഓതുകയാണ്. സാധാരണ ആയത്തല്ല ഓതിയത്, സാധാരണ ആയത്തല്ല ഓതിയത്. അബ്ദുൽ അസീസ് പാരായണം ചെയ്ത ആയത്ത് ഏതെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽമുത്തഖീൻ. മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ അബ്ദുൽ അസീസ് ഓതുകയാണ്, തിൽകദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പാരായണം ചെയ്യുകയാ. അതിന്റെ ഇടയിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് അബ്ദുൽ അസീസ് പറഞ്ഞതെന്നറിയുമോ? ഫാത്തിമ, ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. നല്ല മരണം അല്ലാഹു വെറുതെ തരൂല. ആർക്കാണ് പടച്ച റബ്ബ് നല്ല മരണം കൊടുക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ ഫാത്തിമ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്ന് ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്. കഫൻ തുണിയെടുത്ത് മുഖത്തേക്ക് ഇടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് അവസാനമായി നോക്കിയിട്ടൊന്ന് ചിരിക്കുകയാണ്. കഫൻ തുണിയെടുത്ത് മുഖത്തിട്ടിട്ട് അബ്ദുൽ അസീസ് ശഹാദത്ത് കലിമ പറയുകയാണ്. അനക്കമില്ല ചെറുപ്പക്കാരാ, റൂമിന്റെ അകത്തനക്കമില്ല. ഭാര്യ വാതിൽ തുറന്നിട്ട് ഓടി ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമാണെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു കിടക്കുകയാണ്. റൂമിന്റെ അകത്തെന്ത് സുഗന്ധമാണ്. മുഖത്തിട്ടിരുന്ന തുണിയെന്നു മാറ്റുമ്പോ തന്റെ ഭർത്താവിന്റെ പ്രകാശിക്കുന്ന മുഖം കണ്ടപ്പോ അല്ലാഹുവേ, ഫാത്തിമയുടെ കണ്ണ് നിറയുകയാണ്. നാട് മുഴുവനും നിറയുകയാണ്. ജനങ്ങൾ മുഴുവനും കടന്നു വരികയാണ്. കണ്ടവർ പറയുന്നു, എന്തൊരു പ്രകാശമാ അല്ലാഹ്, എന്തൊരു ചിരിയാ അല്ലാഹ്, എന്തൊരു സുഗന്ധമാ അല്ലാഹ്. നാട് മുഴുവനും പറയുകയാണ്. അവിടുന്ന് ജനാസ കുളിപ്പിച്ചു, അവിടുന്ന് കഫൻ പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ജനാസ കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെച്ച് എന്ന് പറഞ്ഞ
പറഞ്ഞുകൊണ്ട് പിടിമണ്ണുവാരി കബറിന്റെ മുകളിലിടുകയാണ്. കബറടക്കി കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ല വാപ്പാ, ഒരാളും പോകുന്നില്ല. സാധാരണ മയ്യത്ത് കബറടക്കി കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ. അബ്ദുൽ അസീസിന്റെ ജനാസ കബറടക്കി കഴിഞ്ഞപ്പോ അവരാരും പോകുന്നില്ല. വലിയ ചർച്ചയായടോ, വലിയ ചർച്ചയായടോ. എന്തൊരു മരണമാ പടച്ചവന്. അസ്റായിലിനോട് സലാം പറഞ്ഞു, പാരായണം ചെയ്തു, ഭാര്യയോട് യാത്ര പറഞ്ഞു, സഹാദത്ത് കലിമ പറഞ്ഞു. എന്തൊരു പ്രകാശമാ, എന്തൊരു ചിരിയാ, എന്തൊരു സുഗന്ധമാ. നാട് മുഴുവനും പറയാൻ തുടങ്ങിയടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു മരണം കിട്ടാനുള്ള കാരണം അറിയണമല്ലോ. എല്ലാവരും രണ്ടാമതും പോവുകയാണ്. അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ വിളിക്കുന്നു ഫാത്തിമ. സങ്കടത്തിലാണെന്നറിയാം, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാം, ഇരിക്കുകയാണെന്നറിയാം. ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ ജനാസ പച്ച മണ്ണിലിറക്കി വെച്ചിട്ട് ഈ നാട് മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഒരേ ഒരു കാര്യം അറിയാനാണ്, ഒരേ ഒരു കാര്യം അറിയാനാണ്. നിന്നെ സങ്കടപ്പെടുത്താമെന്നതല്ല ഫാത്തിമ. നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുത്തല്ലോ, ഈമാനുള്ള മരണം കൊടുത്തല്ലോ. എല്ലാവരും പറയുകയാണ് നിന്റെ ഭർത്താവിന് സുഗന്ധമാണെന്ന്. മയ്യത്ത് കണ്ടവരും മയ്യത്ത് കുളിപ്പിച്ചവരും ചുമന്നവരും കബറടക്കിയവരും എല്ലാവരും പറയുന്നു വല്ലാത്ത സുഗന്ധമാണെന്ന്. ഫാത്തിമ, ഞങ്ങളും മരിക്കേണ്ടവരാ ഫാത്തിമ, ഞങ്ങളും മരിക്കേണ്ടവരാണ്. എങ്ങനാ ഫാത്തിമ നിന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാൻ എന്തോ ഒരു കാരണമുണ്ട് ഫാത്തിമ. എന്താണെന്ന് ചോദിച്ചപ്പോ ആ മഹദി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അക്സറിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. നാട്ടിലേറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനെന്റെ ഭർത്താവാണ്. നാട്ടിലേറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനെന്റെ ഭർത്താവാണ്. ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന മനുഷ്യനെന്റെ ഭർത്താവാണ്. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. അല്ലാഹുവേ, എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. വല്ലാഹി അവിടെ മഹദി പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. മരിച്ചുപോയ ഭർത്താവിന്റെ മയ്യത്ത് കൊണ്ട് ഖബറിൽ വെച്ചിട്ട് നാട്ടുകാർ മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുത്തു ഫാത്തിമ. നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? ഭാര്യ പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ജീവിതത്തില് ഇതുപോലെ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഭാര്യ പറയുന്ന വാക്കാടോ, ഇതുപോലെ ഒരു മനുഷ്യനെ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച വേറെ ഒരു മനുഷ്യര് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. എന്റെ ഭർത്താവ് ആരെന്നറിയുവോ? യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്കീ ഹത്താ യുസ്ബിഹ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടപ്പറയിലിരുന്ന് തമാശ പറഞ്ഞപ്പോ, ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ നാവിൽ നിന്ന് അല്ലാഹ് എന്ന വാക്ക് വീണോ. ആര് പറയുകയാണ്, ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരിക്കൽ ഞാൻ അല്ലാഹ് എന്ന് പറഞ്ഞു. അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞു, കൈകാൽ വിറയ്ക്കുകയാണ്. നരകം പറഞ്ഞപ്പോഴല്ല, മരണം
പറഞ്ഞപ്പെടല്ല, ഖബർ പറഞ്ഞപ്പെടല്ല, മഹ്ശർ പറഞ്ഞപ്പെടല്ല, ഹിസാബ് പറഞ്ഞപ്പെടല്ല, സിറാത്ത് പറഞ്ഞപ്പെടല്ല. അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാണ്. പാകാലം വരെ എന്റെ ഭർത്താവ് റൂമിനകത്തിരുന്ന് കരയുകയാ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കൊണ്ട് ഖബറടക്കിയിട്ട് ആ മയ്യത്തടക്കാൻ പോയവരും മുഴുവനും വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, ഫാത്തിമ, നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? അല്ലാഹു ആ മനുഷ്യന് ഇത്രയും നല്ല ഒരു മരണം കൊടുത്തു, എന്താ നിന്റെ ഇക്കാനെ കുറിച്ച് പറയാനുള്ളത്? ഫാത്തിമ പറയുകയാ, വല്ലാഹി സത്യം, എന്റെ ഭർത്താവിനെ പോലെ അള്ളാനെ പേടിയുള്ള ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സത്യം ചെയ്തിട്ട് മറുപടി പറയുകയാണ്. ഈ വാഴക കാലിലിരിക്കുന്ന ആണുങ്ങളോട്, ഏ ചങ്ങാതി, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നീ നല്ലവനാണെന്ന് സാക്ഷി പറയുന്ന രണ്ടാമത്തെ ആള് മഹല്ലുകാരോ മഹല്ലിലെ ഇമാമോ കമ്മിറ്റിക്കാരോ നാട്ടുകാരോ കുടുംബക്കാരോ അല്ല, നിന്റെ കൂടെ കിടക്കുന്ന നീ വിവാഹം കഴിച്ച നിന്റെ ഭാര്യ അള്ളാഹിനോട് പറയണം നീ നല്ലവനാണെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ആര് പറയണം? ഉറക്കപ്പറ, ആര് പറയണം? എടാ നീ നല്ലവനാണെന്ന് ആര് പറയണം? നിന്റെ കൂടെ കടന്നവൾ പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറയൂ പറയോ? നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് പറയോ? കാരണം നമ്മുടെ സ്വഭാവം അത്രയ്ക്ക് തങ്കവാ. ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും കിടക്കുമ്പോ ആമിനായോട് ചുമ്മാതി ചോദിക്കണം, ആമിന, സിറാജ് പറഞ്ഞത് കേട്ടില്ലേടി, നാളെ അള്ളാടെ മുമ്പിൽ വരുമ്പോ നീ പറയൂ, ഞാൻ പറയും നിങ്ങളെ കുറിച്ച് കാത്തിരുന്നോ. അത്രയ്ക്കും നല്ല സ്വഭാവ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ നാട്ടുകാര് നമ്മളെ കുറിച്ച് പറയാൻ നീ വലിയ തങ്ങളാ, മഹാന, കതറത് കാണുമ്പോഴത്തേക്ക് അതിലൊന്നും കാര്യമില്ല. നീ നല്ലവനാണെന്ന് പറയേണ്ടത് നിന്റെ കൂടെ കടന്നവളാ. അങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയേ. എടാ ചില ആണുങ്ങൾ ഭർത്താവിനോട് പറയും, ഉസ്താദ് അത് പറഞ്ഞു കേട്ടോ, നീ സ്വർഗത്തിൽ പോണെങ്കിൽ എന്റെ പൊരുത്തം വേണം, നിനക്ക് സ്വർഗത്തിൽ പോണെങ്കിൽ എന്റെ പൊരുത്തം വേണം, നീ എന്റെ മൂക്കിനകത്ത് നിന്ന് ചീഞ്ചല ഒഴുകി വന്ന അതുവരെ നീ തുടച്ചെടുക്കണം. ഭർത്താവ് ഭാര്യയോട് പറയാ, അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. ഭാര്യ ഉപദേശിക്കാം, സ്വർഗത്തിൽ പോണെങ്കിൽ ഞാൻ വിചാരിക്കണോ? എടാ ചങ്ങാതി, നീ പോണെങ്കിൽ ഓള് വിചാരിക്കണം. എടാ ഈ കഞ്ചാവും കണ്ടു പഠിച്ചടക്കണം, നീയാ പോയിട്ട് പെണ്ണിനോട് പറയുന്നത്, ഏ സഹോദര, നിനക്ക് അവളുടെ പൊരുത്തം വേണം, അവള് നിനക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയണം, എങ്കിലും സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയണമെങ്കിൽ നീ ഭർത്താവാകണം, നീ ഭർത്താവാകണം. ആ പെണ്ണിനെ പരിഗണിക്കേണ്ട രീതിയിൽ നീ പരിഗണിക്കണം. നാട്ടുകാരെ പരിഗണിച്ചിട്ട് കാര്യമില്ല, ഓളെ പരിഗണിക്കണം. സ്വന്തം ഭാര്യയെ പരിഗണിക്കണം. കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേലക്കാരിയെ പോലെ ഇട്ടിട്ട് കാര്യമില്ല. അതൊരു മനുഷ്യ ജന്മമാണെന്നുള്ള ബോധം നിനക്കുണ്ടാകണം. എല്ലാരും ഭാര്യമാരെ കുറിച്ച് പറയുമ്പോ എന്തോ വലിയ കഷ്ടപ്പാട്, ത്യാഗം പോലെ. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഓളെ കുറ്റം പറയുന്നുണ്ടല്ലോ, അവൾ എനിക്ക് ഭക്ഷണം വെച്ച് തരുന്നില്ല, മക്കളെ നോക്കുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, ജോലി ചെയ്യുന്നില്ല. എന്റെ പൊന്നാര ചെറുപ്പക്കാരാ, നിനക്ക് ദീൻ അറിയാഞ്ഞിട്ടാ മോനെ. എടാ ഭാര്യക്ക് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭാര്യയെ കുറ്റം പറയുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. എടോ സിറാജ് വിവാഹം കഴിച്ചവനാ, സിറാജിന്റെ ഭാര്യക്ക് എനിക്ക് വസ്ത്രം കഴുകി തരണമെന്നോ, എനിക്ക് ഭക്ഷണം വെച്ച് തരണമെന്നോ, എന്റെ മാതാപിതാക്കളെ നോക്കണമെന്നോ, എന്റെ വീടും വൃത്തിയാക്കണമെന്നോ എന്റെ ഭാര്യക്ക് ഒരു നിർബന്ധവും ഇല്ല. വേണമെങ്കിൽ ഞാൻ വേലക്കാരി വെച്ച് ജീവിപ്പിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നല്ലോ, ഖതീബുള്ളവരുടെ ഒരുപാട് ഉസ്താദന്മാർ വിളിക്കുന്നല്ലോ, ചോദിക്ക്, അള്ളാന്റെ ദീനിൽ എവിടെയെങ്കിലും നിന്റെ ഭാര്യക്ക് നിനക്ക് ചോറ് വെച്ച് തരണമെന്ന് നിർബന്ധമുണ്ടോ? നിനക്ക് തുണി കഴുകി തരണമെന്ന് നിർബന്ധമുണ്ടോ? നിന്റെ ബാപ്പായ്ക്കും ഉമ്മായ്ക്കും കൂടെ പുറപ്പിനും വെച്ച് വിളമ്പി കൊടുക്കണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. വേണമെങ്കിൽ നീ നാളെ വെച്ച് കൊടുക്കണം. പെണ്ണ് കിട്ടാൻ ആരാ പെണ്ണ് കെട്ടേണ്ടത്? ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവൂ. അഭിമന്ദരമാറാകട്ടെ. പെണ്ണുങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ആദ്യമായിട്ട് ഉസ്താദ് ഇങ്ങനെ വായന്ന് പറയാം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, തല മുകളിലെത്താറായി, സൂക്ഷിച്ചോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ നിങ്ങൾക്ക് നിർബന്ധമില്ല. ഇവിടെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കൽ നിർബന്ധമില്ല ഭാര്യയ്ക്ക്.
പിന്നെ ഓള് വല്ലതും ചെയ്തു തന്നാ അതിന് അള്ളാഹു പ്രതിഫലം കൊടുക്കും, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് നാളെ മുതൽ മസലയെ പറഞ്ഞിട്ടിരിക്കരുത് കേട്ടാ. നാളെ വീട്ടിൽ ചെന്നിട്ട് പഠിച്ചവന് ഞാൻ ഒന്നും വെച്ചില്ല, അങ്ങനല്ല. നിങ്ങൾ ചെയ്തു കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. ഭർത്താവിന് വസ്ത്രം കഴുകി കൊടുത്ത, ഭക്ഷണം വെച്ചു കൊടുത്ത, വീട് നോക്കിയ, എന്ത് ചെയ്താലും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും. ഞാൻ പറഞ്ഞിട്ട് പോകും, നിങ്ങൾ വീട്ടിൽ പോയിട്ട് കലഹം ഉണ്ടാക്കിക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ഭാര്യക്ക് വേണ്ടത് മുഴുവനും കൊടുക്കണം. നീയാ കൊടുക്കണ്ട, നാട്ടുകാരനല്ല. നാട്ടുകാരുടെ മുമ്പിൽ വലിയ മഹാനാകിയിട്ട് കാര്യമൊന്നുമില്ല. ഈ മഹാനായ മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബിതങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ നാട്ടുകാരുടെ മുമ്പിൽ വലിയ കൊലവും വരാം, പക്ഷെ എനിക്ക് ചെലവിനൊന്നും തരാറില്ല, ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാതെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കും നബിയെ, അത് തെറ്റാണോ നബിയെ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പൈസ എടുക്കുന്നത് തെറ്റാണോ? നിങ്ങൾ എന്തിപ്പോ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? എടുക്കാൻ പാടുണ്ടോ? എടുക്കാൻ പാടുണ്ടോ? ഞാൻ നമ്മുടെ വിധങ്ങളോട് ചോദിച്ച ചോദ്യ, എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരാറില്ല, ഞാൻ എടുക്കാറുണ്ട്. എന്താ മറുപടി പറഞ്ഞെന്നറിയോ? ആവശ്യമുള്ളത് എടുത്തോളാൻ, ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ചെലവിന് കൊടുക്കാത്തത് ഒന്നും കൊടുക്കത്തില്ല, ആവശ്യമുള്ളത് പോലും കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല. അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആവശ്യമുള്ളത് തരുന്ന ഭർത്താവിന് എടുക്കാൻ പാടില്ല. നിനക്കൊന്നും അർഹതപ്പെട്ടതുപോലെ തരാത്തതായി എടുക്കാൻ പാടില്ല. അതും മുഴുവൻ ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവൂ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നമ്മൾ നല്ലവരാകണം, നല്ല രീതിയിൽ മാന്യമായിട്ട് പെരുമാറണം. ആ ബന്ധം നല്ല ബന്ധമാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കുറിച്ച് നല്ലത് പറയണം. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയുടെ ചരിത്രം അറിയുമല്ലോ. ആയിഷ ബീവിയുടെ ചരിത്രം നിനക്കറിയുമല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം വരികയാ. അല്ലാഹുവേ, സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബദരീകളിൽപ്പെട്ട സ്വഹാബിയാണ്. ആ സ്വഹാബിയുമായി ചേർത്ത് വെച്ച് വ്യഭിചാര ആരോപണം ഉണ്ടായപ്പോ ഒരാളല്ല പറഞ്ഞത്, ഒരു നാട് മുഴുവനും പറയുകയാണ്. തന്റെ ഭാര്യയെ കുറിച്ച് നാട്ടുകാർ മുഴുവനും പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നബിതങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നാട്ടുകാരെന്തും പറയുമടോ, ശത്രുക്കളാടോ, അവർ പലതും പറയും നിനക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട്. പക്ഷേ നബിതങ്ങളുടെ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? മസ്ജിദുൽ നബവിയുടെ മിമ്പറിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ഞാൻ അറിയുന്നുണ്ട് സ്വഹാബാ, ആയിഷയെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബാ. നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. നിങ്ങൾ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ ആയിഷാനെ എനിക്കറിയാം, ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാണ്, ഇന്ന് വരെ ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് ഖൈറല്ലാത്ത ഒരു കാര്യം കണ്ടിട്ടില്ല. എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണ്, നല്ലവളാണ്. ചില ഭർത്താക്കന്മാര് പറയാറുണ്ട്, അല്ലാഹു എനിക്ക് പടച്ചവനെ പേടിയുള്ള ഒരു പെണ്ണിനെ തന്നല്ലോ, അവള് വന്നതിന് ശേഷമാണ് എന്റെ ജീവിതം മാറിയത്, എനിക്ക് അല്ലാഹു എല്ലാം തന്നത്. പടച്ചവനെ പറയുന്ന ഒരുപാട് ഭർത്താക്കന്മാരെ കാണാം. നാവിനെ സൂക്ഷിക്കണം, നല്ലതുപോലെ പെരുമാറണം, ബഹുമാനം കൊടുക്കണം. നിന്റെ ഭർത്താവ് പടച്ചവര് നല്ല നിലയിലാകാൻ വേണ്ടത് മുഴുവനും നീ ചെയ്തു കൊടുക്കണം. പരസ്പരം സ്നേഹബന്ധമുണ്ടാകണം, പരസ്പരം വിശ്വാസമുണ്ടാകണം. അതിന്റെ മഹത്വം നമുക്കറിയാനിട്ടാണ് ഇന്ന് കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയൂല. തമ്മിലടിയാണോ,
ശത്രുതയാണോ? പരസ്പരം കൂടപ്പുറപ്പുകൾ മിണ്ടുന്നില്ല, ഭാര്യ ഭർത്താക്കന്മാര് മിണ്ടുന്നില്ല, തമ്മിലടിപ്പിക്കുകയാണ്, ശത്രുതയാണ്, വൈരാഗ്യമാണ്. നിനക്കറിയില്ലടോ, അതിനെക്കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാണ്. 3 ദിവസത്തിൽ കൂടുതൽ ഒരാളുമായിട്ട് പിണങ്ങിയിരിക്കാൻ പാടില്ല. ആരുമാകട്ടെ, 3 ദിവസത്തിൽ കൂടുതൽ ഒരാൾ പിണങ്ങിയിരുന്നാൽ അവരുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല, അവരുടെ നന്മയും അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ബന്ധങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ നാട്ടുകാര് കാണാനല്ല, പടച്ചവനെ അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സമയം രണ്ടുപേരും ചെയ്തു പോയ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കണോ, ആത്മാർത്ഥമായി സ്നേഹിക്കൂ. ഭർത്താവും കുടുംബ ജീവിതത്തിന്റെ മഹത്വം പഠിക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കൂ. രണ്ട് ചെവി തന്നത് എന്തിനാണ്? ഒന്ന് കേൾക്കാനും ഒന്ന് കളയാനുമാണ്. അതുകൊണ്ട് വേണ്ടത് മാത്രം നിങ്ങൾ എടുക്കൂ, വേണ്ടാത്തത് മുഴുവനും കളയൂ. എന്നിട്ട് ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കൂ, ഇവനെ മറക്കാതെ ജീവിക്കൂ, ഭയന്നുകൊണ്ട് ജീവിക്കൂ, പരസ്പരം ബഹുമാനിക്ക്, പരസ്പരം സഹായിക്ക്, പരസ്പരം താങ്ങും തണലുമാകൂ. എന്റെ പ്രിയപ്പെട്ടവരോട് പിണങ്ങി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. നിനക്കതിനെ കുറിച്ച് അറിയാനട്ടാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ ദുആ ചെയ്യാൻ സമയമായപ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ഞാൻ ദുആ ചെയ്യാൻ പോവുകയാണ്, കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടോ? എഴുന്നേറ്റ് പോകണേ സഹാബാ. ബന്ധം മുറിച്ച ഒരാളും ഇവിടെ ഇരിക്കരുത്, കാരണം ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം അവൻ ഇരിക്കുന്ന മജ്‌ലിസിലെ ദുആയ്ക്ക് പോലും ഇജാബത്തില്ല എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോ ഇവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. ഏത് സമയത്തും മരണം കടന്നു വരുമടോ. പൊരുത്തം ചോദിക്കാൻ സമയം കിട്ടൂല, പിണക്കം മാറ്റാൻ സമയം കിട്ടൂല, യാത്ര പറയാൻ സമയം കിട്ടൂല. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹുവേ, നിങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ മാസമാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നടോ, ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും അറിയില്ല. റമദാനിന്റെ അവസാനത്തെ 10 രാത്രികളിൽ, ഒറ്റയുള്ള രാത്രിയിൽ, അല്ലെങ്കിൽ 27-ാം രാവ്, ഇത് പറയാനേ നമുക്ക് കഴിയൂ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തണേ അല്ലാഹ്. നിബിധങ്ങൾ പറഞ്ഞു, ഒരു സമയം നരകത്തിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെടുന്ന സമയമാ. സമയം പറഞ്ഞു തന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സമയം അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തന്നു. ആ സമയം നമ്മൾ പടച്ചവനെ പാഴാക്കരുത്. ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സമയം അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്. ആ സമയം ഏതാണെന്നറിയോ? മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷമുണ്ടല്ലോ, അല്ലാഹുവേ, നോമ്പ് മുറിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന അവസാന സമയമുണ്ടല്ലോ, മഗ്‌രിബിന്റെ ബാങ്ക് പ്രതീക്ഷിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം ഉപയോഗപ്പെടുത്തു പെങ്ങള്, പെങ്ങള്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പേര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. റമദാനിന്റെ 30 ദിവസവും അതുണ്ട്, അതുകൊണ്ട് പാഴാക്കി കളയരുത്. അല്ലാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യ്. ഇതിലുള്ള ദിനങ്ങൾ ഇത്തികാഫിരിക്ക്, ഇതിലുള്ള ദിനങ്ങൾ ഖുർആൻ ഓത്, ഒരുപാട് നന്മകൾ ചെയ്യ്, സദഖകൾ കൊടുക്ക്, സക്കാത്ത് കൊടുക്ക്. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മാസം റമദാനാ. സക്കാത്തിന്റെ കണക്കുകൾ നോക്കിയിട്ട് കൊടുക്കേണ്ടവർ സക്കാത്ത് കൊടുക്ക്, സദഖ കൊടുക്കാൻ കഴിയുന്നവർ സദഖ കൊടുക്ക്. പ്രതിഫലം വാരിക്കോരാൻ പറ്റുന്ന സമയമാ.
മാസത്തിന്റെ അവസാനമെത്തി. ഇനി സക്കാത്ത് കൊടുക്കണം, സദഖ കൊടുക്കണം, പാവങ്ങളെ സഹായിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ വിചാരിക്കുന്നത് ഭർത്താവ് കുറച്ച് 50-ന്റെയും 100-ന്റെയും 20-ന്റെയും നോട്ട് കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് വരുന്നവർക്കൊക്കെ കൊടുക്കാൻ. വരുന്നവർക്ക് ഇങ്ങനെ കൊടുത്താൽ സക്കാത്ത് വീടൂല. അത് സദഖയാ. സക്കാത്ത് വേറെ, സദഖ വേറെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സക്കാത്ത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല. സക്കാത്ത് കൊടുത്താൽ അത് വീടണമെങ്കിൽ അതിന് അർഹതപ്പെട്ടവരെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് കൊടുത്താലേ വീടൂ. സദഖ വേറെ. ആർക്ക് വേണമെങ്കിലും, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും 500 രൂപ നിന്റെ കയ്യിൽ തരാം, സദഖ, സദഖയുടെ കൂലി. പക്ഷെ സക്കാത്ത് വീടാൻ എന്തെങ്കിലും സക്കാത്തിന്റെ പൈസ എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ വീടൂല. സക്കാത്തിന് അർഹനല്ല ഞാൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സക്കാത്തിന്റെ പൈസ കണക്ക് നോക്കണം. ഒരു വർഷം കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ കണക്ക് നോക്കിയിട്ട് നിന്റെ കയ്യിലുള്ള പൈസയുടെ അത് കണക്ക് നോക്കി അതിന്റെ അവകാശപ്പെട്ടത് പാവപ്പെട്ടവന്റെ അവകാശം കൊണ്ടുകൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സഹോദരിമാർക്ക് റമദാൻ വരുമ്പോ ഏക ചോദിക്കാനുള്ളത്, ഉസ്താദെ സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണോ, ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണോ? എല്ലാരും ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും രക്ഷപ്പെടാൻ വല്ല പഴുതുണ്ടോ എന്ന് നോക്കുന്നേ. ഒരു സഹോദരി എന്റെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, ഉസ്താദെ ഒരു ഉസ്താദ് വഴുതു പറയുന്നുണ്ട് ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര പവനുണ്ടെന്ന്. 101 പവനുണ്ട് ഉസ്താദെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 101 പവനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ? അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോന്ന് എടുത്ത് ധരിക്കാറുണ്ട് ഉസ്താദെ. അള്ളാനെ പൊട്ടാനാക്കാൻ നോക്കാം, അള്ളാനെ പൊട്ടാനാക്കാൻ നോക്കാം. നിന്നെ കളി അള്ളാഹു പഠിപ്പിക്കും പെങ്ങളെ. അതുകൊണ്ട് സാധാരണ ധരിക്കുന്ന സ്വർണം എന്ന് പറയുന്നത്, ഒരു പെണ്ണ് സാധാരണ കമ്മല് ധരിക്കും, മാല ധരിക്കും, വളയും മോതിരം ധരിക്കും, കാലിൽ പാദസ്വരം ധരിക്കും. ഈ ധരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. 101 പവനും അങ്ങനെ ആരും ധരിക്കാറില്ല. ഒരു മനുഷ്യന് സാധാരണ ധരിക്കുന്ന ഒരു സ്വർണമുണ്ട്. അതിനൊക്കെ ഒരു ഏകദേശ അതായി 10 എന്നൊക്കെ പറയുന്നത്. അതിനൊക്കെ ഒരു ഏകദേശ കണക്കുണ്ട്. നീ എപ്പോഴും ധരിക്കുന്ന സ്വർണം, ആ സ്വർണത്തിന് സക്കാത്തില്ല. പക്ഷെ ബാക്കിയുള്ളതിന് നീ ഈ കണക്കൊക്കെ പറയുന്നല്ലോ. 1 ഗ്രാം സ്വർണത്തിന് വേണ്ടിയാ നീ കണക്ക് പറയുന്നത്. 10 ലക്ഷം രൂപ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ 9,75,000 രൂപ നിനക്കുള്ളതാ. 25 രൂപ പാവപ്പെട്ടവന്റെ അവന്റെ അവകാശമാ കൊടുത്തേക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് മസലകളൊക്കെ ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് സദഖ കൊടുക്ക്, സക്കാത്ത് കൊടുക്ക്. അൽഹംദുലില്ലാഹ്, ഇതിന്റെ പ്രവർത്തകർ ഈ നാടിനെ കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്നവർ, ആരാരും സഹായിക്കാനില്ലാത്തവർ വീട് വെച്ചു കൊടുക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും. ഞാൻ നോക്കുമ്പോ അസീസ് എന്ന് പറയുന്ന സഹോദരൻ ഒരുപാട് പേർക്ക് വീട് വെച്ചു കൊടുത്തു, ഒരുപാട് പേർക്ക് പാവങ്ങളെ സഹായിച്ചു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നാട്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, വലിയ പ്രതിഫലമാ പാവങ്ങളെ സഹായിക്കുക, യതീമങ്ങളെ സഹായിക്കുക, രോഗികളെ സഹായിക്കുക. ഒരു വീട് വെക്കണമെങ്കിൽ എത്ര കഷ്ടപ്പാടാ. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ എത്ര പ്രയാസമാ. അവരുടെയൊക്കെ സങ്കടങ്ങൾ നമ്മൾ കാണണം. നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ സഹായിക്കണം. പ്രത്യേകിച്ച് ഉസ്താദന്മാരെയൊക്കെ നിങ്ങൾ സഹായിക്കണം. ഓരോ റമദാനും ഉസ്താദന്മാർക്ക് വലിയ വലിയ സ്വപ്നങ്ങളാണ്. ഓരോ റമദാനും അവർക്ക് വലിയ വലിയ സ്വപ്നങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സഹായിക്കണം. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് വാ. അസേര എടുത്ത് മുന്നോട്ട് വന്നിരുന്നു ദുആ ചെയ്യട്ടെ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് സമയമില്ല. പോലീസ് വണ്ടി വന്നിട്ട് പോയി. അസീസൊക്കെ പോയാ? അസീസൊക്കെ സ്റ്റേജിൽ പോലും കയറുന്നില്ലല്ലോ. എല്ലാവരും കയറി കസേര എടുത്ത് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും.